ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് എവരിബഡി. ദിസ് ഈസ് ശ്രീനാഥ് നന്ദിപുലം. കിൽ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമ കണ്ടു. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും നിഖിൽ നാഗേശ്വർ ഭട്ടാണ്. ഈ സിനിമ 2023 ഫെസ്റ്റിവൽ സർക്യൂട്ട്സിലൊക്കെ പോയിരുന്നു. ഇന്ത്യയിൽ തിയേറ്ററിക്കൽ റിലീസ് വന്നത് ഇപ്പോഴാണ്. ഈ സിനിമയെ ഇതിന്റെ മേക്കേഴ്സ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് ദ മോസ്റ്റ് വയലന്റ് ആൻഡ് ഗോറിയസ്റ്റ് ഫിലിം ഇന്ത്യ ഹാസ് എവർ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. ഈ സിനിമ കണ്ടപ്പോൾ ആ പറഞ്ഞത് തെറ്റല്ല എന്ന് എനിക്ക് തോന്നി. കാരണം ഗാങ്സ് ഓഫ് വസീപൂർ പോലത്തെ വളരെ വയലന്റ് ആയിട്ടുള്ള കില്ലിങ്സ് ഒക്കെ വളരെ റിയൽ ആയിട്ട് കാണിക്കുന്ന സിനിമകൾ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ടെക്നിക്കലി മികച്ചു നിൽക്കുന്നൊരു സിനിമ ഇന്ത്യയിൽ ഇറങ്ങിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഒന്ന് പറയാ, അങ്ങനത്തെ സിനിമകൾ ഏതൊക്കെയാന്ന്. ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലും ഇല്ല അങ്ങനൊരു സിനിമ. അത്രയും കിടിലമായിട്ടാണ് ഇതിലത്തെ വയലൻസ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ആരെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഒരു വാണിംഗ് പറയാണ്. നിങ്ങൾക്ക് ഓൺ സ്ക്രീനിൽ ആൾക്കാർ കത്തിയും അതൊക്കെ കുത്തി മരിക്കുന്നത് അല്ലെങ്കിൽ മുറിവേൽക്കുന്നത്, അങ്ങനെ എക്സ്ട്രീം വയലൻസ്, വളരെ റോ വയലൻസ് കാണുമ്പോൾ എന്തെങ്കിലും ട്രോമയൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഈ പടത്തിന് പോവരുത്. ഈ സിനിമയിൽ 42 കൊലപാതകങ്ങളുണ്ട്. 42 യുണീക്ക് ആയിട്ടുള്ള കൊലപാതകങ്ങളാണ്. വേറെ വേറെ തരത്തിലാണ് കൊല്ലുന്നത്. അതിന് 140 ലിറ്ററോളം ഫേക്ക് ബ്ലഡ് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിലിങ്ങിലാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് ഒരു മാംസത്തിന്റെ ഉള്ളിലേക്ക് കത്തി കുത്തിയിറങ്ങുമ്പോൾ അവിടെ മുറിവുണ്ടാവുന്നത്, അതിൽ നിന്ന് രക്തം തെറിക്കുന്നത്, ഈ ഫ്ലഷിലേക്ക് കത്തി കയറുമ്പോഴുള്ള സൗണ്ട്, അതുപോലെ കൈയൊക്കെ പിടിച്ച് തിരിച്ചോടിക്കുമ്പോൾ എല്ലിന്റെ സൗണ്ട്, അങ്ങനത്തെ ടെക്നിക്കലി വൻ കിടിലായിട്ടാണ് ഈ സിനിമ ഇറക്കിക്കണേ. അതുകൊണ്ട് തന്നെ ആക്ഷൻ കാണുമ്പോൾ അതിന് നമുക്ക് കിട്ടുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഒരു മൂവിങ് ട്രെയിനിന്റെ ഉള്ളിലാണ് ഈ സിനിമയുടെ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ആ ട്രെയിനിന്റെ സ്പേസ് അത്രയും കിടിലമായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. മൂവിങ് ട്രെയിനാന്നുള്ള കാര്യം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ട്രെയിനിന്റെ സ്പേസ്, ഉൾഭാഗത്തിന്റെ സ്പേസിന് ചില പ്രത്യേകതകളുണ്ടല്ലോ. ബോഗികളുണ്ട്, അതുപോലെ തന്നെ ഓരോ ബെർത്ത്, അതിന്റെ ഗ്യാപ്പ്, അങ്ങനത്തെ കുറേ സ്പേസുകളുണ്ട്. അതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഏറ്റവും കിടിലമായിട്ട് എടുത്തു പറയേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആർട്ട് ആൻഡ് മേക്കപ്പ് ആണ്. മേക്കപ്പ്, അതായത് ആൾക്കാർക്ക് ഇങ്ങനെ വെട്ടും കുത്തും മുറിവും വന്നിട്ട് അവരുടെ ശരീരത്തിൽ ഈ മുറിപ്പാടുകൾ മൊത്തം കാണണമല്ലോ. അതും വളരെ റിയൽ ആയിട്ട് തന്നെ കാണണം. നമുക്കതിങ്ങനെ കാണുമ്പോൾ മുഖത്തിങ്ങനെ ആ ഒരു ഫീലിംഗ് കൊണ്ടുവരണമല്ലോ. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിരിക്കണേ. എന്താ പറയുക, ഇവർക്ക് വെട്ടും കുത്തും കിട്ടി കഴിഞ്ഞിട്ട് ഇവർ ശരിക്കും ചത്തുപോയി നമ്മൾ വിചാരിക്കും. ആ ലെവലാണ് ഈ സിനിമ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതിൽ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ ചില്ലറല്ല, അടിപൊളിയാണ്. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ കാര്യം പറയുമ്പോഴും ഇതൊരു മൈൻഡ്ലെസ് ആക്ഷൻ ഫിലിം അല്ല. ആക്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആകെ വെടിയും പോകെ അങ്ങനെയല്ല, ഫുൾ ആക്ഷൻ ആണ്. പക്ഷെ ഒരു ആക്ഷൻ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഡ്രാമ വേണം, ഒരു മോട്ടീവ് വേണം. ഒരു കഥാപാത്രം ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾക്ക് കൺവിൻസ് ആവണം. ആ കാര്യത്തിൽ ഈ പടം വളരെ കിടിലാണ്. ചില സമയത്ത് ചില സീനിൽ ഒരു അഡ്രിനാലിൻ റഷ് കയറിയിട്ട് ഞാൻ തന്നെ തിയേറ്ററിൽ, ഹിന്ദിക്കാരാണ് മൊത്തരിക്കണേ, ഞാൻ മലയാളത്തിൽ തന്നെ അടിക്കടാ അടിച്ച് തല പൊളിക്കടാ അവൻ്റെ അങ്ങനെ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരാൻ ഈ സിനിമയുടെ റൈറ്റിങ്ങിനും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു മൈൻഡ്ലെസ് ആക്ഷൻ അല്ല, നമ്മൾക്ക് ആ ഒരു ഫീലിംഗ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മെയിൻ കഥാപാത്രത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കും. ആ ലെവലിലാണ് സിനിമ എഴുതി വെച്ചിരിക്കുന്നത്. സിനിമയിൽ ഒരു ലീഡായിട്ട് അല്ലെങ്കിൽ പ്രധാന നായകൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ആളുടെ പേര് ലക്ഷ്യ എന്നാണ്. ശരിക്കും ഒരു ആക്ഷൻ ഹീറോയ്ക്ക് വേണ്ട കറക്റ്റ് ബോഡി ഫിസിക്കും ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരു നടനാണ്. അതുപോലെ തന്നെ ഇമോഷണൽ രംഗങ്ങളിലും മൂപ്പരുടെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. രാഘവ് ജുയാൽ എന്ന് പറഞ്ഞൊരു ആക്ടർ ഈ സിനിമയിലുണ്ട്. മൂപ്പർ ആക്ച്വലി ഒരു ആക്ടർ അല്ല, ഒരു ഡാൻസറാണ്. നോർത്ത് ഇന്ത്യൻ റിയാലിറ്റി ഷോയിൽ ആങ്കറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. മൂപ്പരുടെ റീൽസ് ഞാൻ കാണാറുണ്ട്. വളരെ ഫണ്ണി ആയിട്ടുള്ള, ബോഡി കൊണ്ടും നാവ് കൊണ്ടും നല്ല രീതിയിൽ ജോക്സ് പറയുന്ന, വളരെ ഇൻസ്റ്റന്റേനിയസ്ലി വിറ്റി ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യനാണ് ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഈ രാഘവ് ജുയാലിന്റെ ഈ കഥാപാത്രത്തിന് ചില സമയത്ത് നമുക്കുണ്ടല്ലോ, കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനെ അങ്ങോട്ട് ആ ലെവലില് നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു കിടിലം പെർഫോമൻസ് ആണ് രാഘവ് ജുയാലിന്റെ. മേ ബി മൂപ്പര് ഇനിയും കൂടുതൽ സിനിമകൾ കാണാൻ സാധ്യതയുണ്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള നടനാണ്. സോ ബേസിക്കലി പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ ആക്ഷൻ ജോണറിൽ ഇതൊരു ബെഞ്ച് മാർക്ക് സിനിമയായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പോൾ റോ വയലൻസ് ആൻഡ് കില്ലിങ്സ് ഒക്കെ കാണിക്കുന്ന ഒരു കിഡിലൻ ആക്ഷൻ പടം കാണണമെങ്കിൽ നിങ്ങൾക്ക് കിൽ കാണാം. കിൽ കേരളത്തിൽ കാര്യമായിട്ട് റിലീസ് ചെയ്തിട്ടില്ല എന്നെ അറിവ്. ഹോപ്പ്ഫുള്ളി കൂടുതൽ തിയേറ്ററിൽ കിട്ടട്ടെ, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ്. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. കാണാം.